അതെ, മോള് വരാൻ നേരായിട്ടോ. ആ, മോളെത്തിയോ? എന്റെ അമ്മ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. കോളിംഗ് ബെൽ അടിച്ചോന്ന് അമ്മ കേട്ടില്ലേ? അമ്മ ബാത്റൂമിലായി പോയി മോളെ. അമ്മ സമയം ഒന്ന് നോക്കിക്കേ. ഇന്നും അനന്ത ടീച്ചറെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കും. മോളെ പെട്ടെന്ന് റെഡിയായി വാ, അമ്മ ചോറ് വാർത്ത് വെക്കാം. അടുക്കള ചെന്ന് നോക്കിക്കേ, കറി കരിഞ്ഞു. കരിഞ്ഞോ? അയ്യോ, ഇനി ആദ്യം റെഡിയാക്കിട്ട് വേണ്ട കൊണ്ടുപോവാൻ. പെട്ടെന്ന് റെഡിയാക്കാടാ. ആ സേതുവേ, ഒന്നവിടെ നിന്നേ. എന്റെ മകളുടെ കല്യാണം എല്ലാം തീരുമാനിച്ചിരിക്കുന്ന വിവരം അറിയാലോ. എത്രയും പെട്ടെന്ന് എനിക്ക് ആ കാശിങ് കിട്ടണം. ഒന്നും മറന്നിട്ടില്ലടോ, എത്രയും പെട്ടെന്ന് ഞാൻ ശരിയാക്കാം. ചതിക്കരുത്. ഒരിക്കലും ഇല്ല. ദിവസം ഇങ്ങോട്ട് അടുത്തിരിക്കുകയാണെന്ന് അറിയാലോ. സ്വർണ്ണം ഒന്നും ഇതുവരെ എടുത്തിട്ടുമില്ല. ഇനി സ്വർണ്ണമായിട്ടാണെങ്കിൽ അങ്ങനെ ശരിയാക്കാം. ഓക്കെ, ശരി. എന്താകൂ എന്തോ. ഇതെന്താ പൂജ, ഈടായിട്ട് എന്നും ലേറ്റ് ആയിട്ടാണല്ലോ വരവ്? മനു ഇപ്പം നല്ല ഉഴപ്പാ. ഒരുപാട് പ്രതീക്ഷയോടെയാണ് മനുവിനെ ഞാൻ ബാഡ്മിൻ്റൺ ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്താ നിങ്ങൾ രണ്ടാൾക്കും പറ്റിയത്? ഒന്നുമില്ല ടീച്ചർ. ചെല്ല്, ക്ലാസ് മിസ്സാവും. ആ അതെ, സ്കൂളിന്റെ പരിസരത്തുള്ള പരിപാടി ഭയങ്കര റിസ്ക്കാ. ഷാഡോ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സ്കൂളുകളെല്ലാം ഇപ്പോ. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടാ. മാരെ സാധനം എടുത്തു കൊടുക്കും. കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ? സാധനം കിട്ടാത്തതിന്റെ ടെൻഷൻ മാത്രം. ശരി, എന്നാ ഉഷാറാവട്ടെ. അപ്പൊ ഓക്കെ, എന്നാ സമയം കളയണ്ട, ചെല്ല് വലിച്ചു കയറ്റി. എന്തായാലും കുറെ നാളായി ഉമ്മാരോളെ പറ്റിക്കണേ. ഇപ്പോഴും സാധനം കൊണ്ടുവന്നല്ലോ, അത് മതി. മതി മോളെ, ഈയിടെയായി കണ്ണിന് ഇത്തിരി മൂടല് കൂടുതലാ. അതൊക്കെ മാറും മുത്തശ്ശി, ഈ മരുന്ന് ഒഴിച്ചാ മതി. പൂജെ, നിന്റെ അമ്മ എപ്പോ കണ്ടാലും മുഖം തിരിച്ചാണല്ലോ പോക്ക്. രാവിലെ അമ്പലത്തിൽ പോയപ്പോ കണ്ട ഭാവമില്ല. വുമൺ സ്റ്റാർ ആവാനുള്ള പോക്കാ. എന്ത് സ്റ്റാർ ആയാലും മനുഷ്യപ്പറ്റുണ്ടായാൽ മതിയായിരുന്നു. ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാ നിന്റെ അമ്മ പോയേ? ആ, പത്രാസ് കാണിക്കാനായിരിക്കും. ആ, ദാസപ്പനിരിക്കും. സേതുവേട്ടാ, ദേ നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് പറയണമെന്നൊന്നും ഇല്ലല്ലോ. നേരത്തെ വരണം. ഞാനവിടെ ഉണ്ടായിരിക്കും. സ്വർണം എടുക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ഉവ്വ, എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ആ സമയം ഞാൻ അറിയിക്കാം. ദേ ഒരുപാട് സ്ഥലത്ത് വിളിക്കാനുള്ളതാ. പോട്ടെ. എന്നാ ശരി. ആ, നോക്കട്ടെ, പുള്ളിയുടെ കാര്യം. ആ ശശിയെ, അന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നേരത്തെ അങ്ങ് വന്നേക്കണം. എന്നാ പോട്ടെ. ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ്. എന്താണ് ഇന്നിനി വയ്യ ടീച്ചറെ, ബാക്കി പ്രാക്ടീസ് നാളെ ആവാം. എന്തൊരു ഉഴപ്പ് പോലെ. 4-5 ദിവസം ഞാൻ ശ്രദ്ധിക്കുക, വേണോ വേണ്ടോന്ന് വെച്ചുള്ള ഒരു കളി. ഇങ്ങനെ പോയാൽ നിങ്ങൾ ഉപജില്ല പോലും എത്തില്ല കേട്ടോ. ഇല്ല ടീച്ചർ, ഞങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കളി കണ്ടിട്ട് എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല.
ചലോ പ്രാക്ടീസ് ചെയ്. പ്രാക്ടീസ് ചെയ് ചലോ. ടീച്ചർ പോവാടാ. ടീച്ചർ പോയ അവന്മാർ ഇപ്പൊ തന്നെ മുങ്ങും. ചാക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ശരി. എന്തിനാ മുതലാളി ഇങ്ങനെ കുടിക്കണേ? മുതലാളിയുടെ കരള് വാടൂലേ? എടാ എന്റെ കൂമ്പം കേരളൊന്നും വാഴാനില്ല. അവനുണ്ടല്ലോ ആ സേതുമാധവൻ ഉണ്ണി, അവനിട്ട് ഞാനൊരു ചാമ്പ് നുണ്ട്. ഒരെണ്ണം കൂടി ഒഴിയിടാം. എന്തിനാ മുതലാളി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? ആരറിഞ്ഞാലും അയാളുടെ പക്ഷത്തല്ലേ ന്യായം. ബാറ് തുറപ്പിക്കാന്നും പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കണ കാശ് അങ്ങോട്ട് പുറത്തുകൂടെ? നീ എന്റെ കൂടെ എന്ന് വെച്ച് അവന്റെ പക്ഷം പറയണം. ഞാൻ പരമാർത്ഥം പറഞ്ഞതാ. എന്തോ നീ കൂടുതൽ പരമാർത്ഥം ഒന്നും പറയണ്ട കേട്ടാ. ആന്റപ്പാ എന്താ അതിനെ നീ ഇല്ലെങ്കിലും 10 ഡ്രൈവർമാരെ എനിക്ക് വേറെ കിട്ടൂടാ. നിനക്ക് എന്റെ കൂടെ മര്യാദക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ നീന്റെ പാട്ടിന് പോടാ. ഒരു ദിവസം ഇയാളുടെ അടുത്ത് വരും. എന്തോ ഒന്നുമില്ല, മുതലാളി നല്ലവനാന്ന് പറഞ്ഞതാ. സേതുമാധവൻ ഉണ്ണി നീ പറയണം. സേതുമാധവൻ ഉണ്ണി എടാ വക്കച്ചനോട് നിനക്ക് നേരിട്ട് നിന്ന് പൊരുതാൻ പറ്റാത്തോണ്ടല്ലോ നിന്റെ അനിയൻ പട്ടാളക്കാരനെയും വൈദ്യനെയൊക്കെ കൊണ്ടുവന്ന് എന്നെ തല്ലിച്ചത്. അതോ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങള് ചേട്ടനും തമ്മിലുള്ള സ്നേഹമാണ്. നടന്നിട്ടില്ലെങ്കിലല്ലടാ, നടന്നിട്ടുണ്ട്. നിന്റെ ചേട്ടൻ പറയുന്നത് എനിക്ക് കാണാൻ എന്തൊരു ശേല. അച്ഛനൊന്നും ചെയ്യല്ലേ. എന്റെ അച്ഛനൊന്നും അച്ഛ എന്റെ മുതലാളിനെ അയാൾ ഒന്തോരം തല്ലിയ. നീ എവിടെയാണ്? എന്നിട്ട് വേണം അവനെ പിടിച്ച് പഞ്ഞിക്കിടാൻ. കിട്ടാളെ കിട്ടിയല്ലേ? വാ പോ. എന്ത് വെയിറ്റ് പണ്ടാറാം. വാങ്ങോട്ട് ഇത് മുഴുവൻ നടത്തിയാടാൻ നല്ല ശേലുണ്ട്. മനു നോക്കണം. പെട്ടെന്ന് വാ, വരുന്നടാ. ഒരു കാര്യമുണ്ട്. ഞങ്ങൾ നീ പോയി നോക്കിട്ടോ. വന്നേ. എന്താടാ? നീ നോക്കി. നിന്റെ അച്ഛനല്ലേ? ഒരു മിനിറ്റ്. എന്താടാ എന്താ സംഭവം? അച്ഛൻ ഇതാ ആന്റപ്പന്റെ ഫോണാ. ഫോൺ പോയത് അയാൾ അറിഞ്ഞിട്ടില്ല. ഇവനിട്ടൊരു പണി കൊടുക്കണമല്ലോടാ നമുക്ക്. എടാ വക്കച്ചന്റെ കൂടെ ഒരു പെണ്ണ്. ഇതിൽ ഞാൻ ഇടപെട്ടാൽ ശരിയാവില്ല. നിങ്ങൾ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ശരി. കുരുത്തങ്ങട്ട് പിള്ളേരുടെ ചവിട്ട് മൂത്രം സഞ്ചിച്ചളക്കി. മൂത്രം പോണില്ല. അങ്ങോട്ട് കിടക്ക്. 2-3 ദിവസം മൂത്രം പോയില്ലല്ലോ. എന്താ 10 ലക്ഷം അല്ലേ ചുളുവില് കൈക്കലാക്കിയത്? ചേട്ടത്തിയായി ഇനിയിപ്പൊ കാശ് കൊടുത്താലും മുതലാളിയുടെ മൂത്രതടസ്സം മിച്ച. നിന്നോട് ആരാടാ അഭിപ്രായം ചോദിച്ചത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് നോക്കിക്കൊള്ളാം. അല്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു. ഒന്നും പറയണ്ട. ഞാൻ കാശ് കൊടുക്കുന്നു. എന്താണ് തെളിവ്? ഓടേ തമ്പുരാൻ വിചാരിച്ച പോലും ഞാൻ ആ കാശ് കൊടുക്കൂല. ബുദ്ധിക്ക് വക്കച്ചനെ വെല്ലാൻ ഈ നാട്ടിൽ വേറെ ആരും.
പക്ഷെ ഇതെല്ലാം കണ്ടോണ്ട് മേലൊരാൾ വേറെ ഉണ്ട്. അതാരാണ്? കർത്താവ്. ആ പുള്ളിയാണോ? അങ്ങോട്ട് ഇനി പോയി കുളിച്ചോ. ഞാനേ ആ ചൂടുവെള്ളം ഒന്നുകൂടി തിളപ്പിക്കട്ടെ. ചേട്ടത്തിയേ, ഇനി എന്നെ ഒന്ന് അങ്ങോട്ട് കിടക്കടാ. നമ്മുടെ മുതലാളിക്ക് ചെറുതായിട്ട് സൈഡ് വലിവുണ്ടോന്ന് സംശയം. അവന്റെ ഒരു തിരുമല്.